നെക്സ്റ്റ് ആണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡാറ്റാബേസ് അപ്രോച്ച്. അപ്പോൾ നമ്മൾ ഡാറ്റ എന്താണ് ഇൻഫർമേഷൻ, ഡാറ്റാബേസ് എന്താണ്, ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്താണെന്നൊക്കെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡാറ്റാബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഡാറ്റ അല്ലേ? അപ്പോൾ റിലേറ്റഡ് ഡാറ്റയുടെ ഒരു കളക്ഷനെയാണ് എന്ത് പറയുക? ഡാറ്റാബേസ് എന്ന് പറയുക. ദാറ്റ് ഈസ് ഡാറ്റാബേസ് ഈസ് എ കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഡാറ്റ ദാറ്റ് റെപ്രസെൻറ്റ് സം റിയൽ വേൾഡ് എൻറ്റിറ്റീസ് അല്ലേ? ഇപ്പോൾ റിയൽ വേൾഡ് എൻറ്റിറ്റീസിൽ എന്ത് ചേഞ്ചസ് വരികയാണെങ്കിലും അത് ഡാറ്റാബേസിലും കൂടി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ ഇനി ഡാറ്റാബേസിന് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫയൽ പ്രോസസ്സിങ് വെച്ചിട്ടാണ്, ട്രഡീഷണൽ ഫയൽ പ്രോസസ്സിങ് വെച്ചിട്ടാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മൾ ഫയൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ കോപ്പീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു കോപ്പിയിൽ ചേഞ്ച് വരുത്തുമ്പോൾ ബാക്കിയുള്ള കോപ്പീസിലൊക്കെ ചേഞ്ച് വരുത്തണം അല്ലേ? അല്ലെങ്കിൽ എന്താണ്, നമുക്ക് അറിയാൻ പറ്റില്ല ഏത് കോപ്പിയിലാണ് ചേഞ്ച് വരുത്തിയത്. അപ്പോൾ നമുക്ക് അപ്ഡേറ്റഡ് ഇൻഫർമേഷൻ കിട്ടില്ല. ഓക്കെ, അപ്പോൾ DBMS ആണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു കൺസിസ്റ്റൻസി പ്രോബ്ലം അവിടെ ഒഴിവാകും. ഓക്കെ, അപ്പോൾ ഫയൽ പ്രോസസ്സിങ് നമ്മൾ ചെയ്യുന്ന സമയത്ത് അവിടെ ഡ്യൂപ്ലിക്കേഷൻ വരും അല്ലേ? മൾട്ടിപ്പിൾ കോപ്പീസ് വരുമ്പോൾ അവിടെ ഡ്യൂപ്ലിക്കേഷൻ ആണ് അല്ലേ? അപ്പോൾ ഓരോ സംഭവം തന്നെ പല സ്ഥലത്ത് നമ്മൾ സേവ് ചെയ്ത് വെക്കുമ്പോൾ അവിടെ എല്ലാം ഒരേ കാര്യങ്ങൾ പല സ്ഥലത്ത് സേവ് ചെയ്യുമ്പോൾ അത് അനാവശ്യമായിട്ടാണ് അല്ലേ? അപ്പോൾ സ്റ്റോറേജ് സ്പേസ് അവിടെ വേസ്റ്റായി പോവുകയാണ്. പിന്നെ അപ്ഡേഷൻ്റെ കേസ് വരുമ്പോഴും ബുദ്ധിമുട്ടാണ്, ഓരോ കോപ്പിയിലും അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ ഡാറ്റാബേസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ പ്രോബ്ലമൊക്കെ ഒഴിവാകും. സോ ഡാറ്റാബേസിന് മെയിനായിട്ട് 4 ക്യാരക്ടറിസ്റ്റിക്സ് ആണുള്ളത് കമ്പയർഡ് ടു ഫയൽ പ്രോസസ്സിങ്. ഏതൊക്കെയാണെന്ന് പറയാം. സോ ഇതൊക്കെയാണ് 4 ക്യാരക്ടറിസ്റ്റിക്സ്. ഫസ്റ്റ് എന്ന് പറയുന്നത് സെൽഫ് ഡിസ്ക്രൈബിങ് നാച്ചർ ഓഫ് ഡാറ്റാബേസ് സിസ്റ്റം. സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക് ഇൻസുലേഷൻ ബിറ്റ്വീൻ പ്രോഗ്രാം ആൻഡ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ. തേർഡ് സപ്പോർട്ട് ഓഫ് മൾട്ടിപ്പിൾ വ്യൂസ് ഓഫ് ഡാറ്റ. ആൻഡ് ലാസ്റ്റ് വൺ ഷെയറിംഗ് ഓഫ് ഡാറ്റ ആൻഡ് മൾട്ടി യൂസർ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് എന്ന് പറഞ്ഞത് എന്താണ്? സെൽഫ് ഡിസ്ക്രൈബിങ് നാച്ചർ ഓഫ് ഡാറ്റാബേസ് സിസ്റ്റം. സോ ഒരു ഡാറ്റാബേസ് സിസ്റ്റത്തിൻ്റെ ഒരു മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡാറ്റാബേസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൽ വെറും ഡാറ്റാബേസ് മാത്രമല്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡാറ്റാബേസ് പ്ലസ് DBMS ആണ് ഒരു ഡാറ്റാബേസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡാറ്റാബേസ് സിസ്റ്റം എന്ന് പറയുന്നത് നോട്ട് ഓൺലി എ ഡാറ്റാബേസ് ഇറ്റ് സെൽഫ്, പക്ഷേ എന്തും കൂടി ഉണ്ടായിരിക്കോളും, ഒരു കംപ്ലീറ്റ് ഡെഫിനിഷൻ ഉണ്ടായിരിക്കും. അതായത് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റയെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡെഫിനിഷൻ, അല്ലെങ്കിൽ ഡാറ്റാബേസിൻ്റെ സ്ട്രക്ചറിൻ്റെ കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കും, എന്തൊക്കെ കൺസ്ട്രെയിൻസ് ആണ് ഉള്ളതെന്നുണ്ടായിരിക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളും എന്തുണ്ടായിട്ടുണ്ടാവും? എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സോ എ ഡാറ്റാബേസ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് നോട്ട് ഓൺലി എ ഡാറ്റാബേസ് ഇറ്റ് സെൽഫ് ബട്ട് ആൾസോ എ കംപ്ലീറ്റ് ഡെഫിനിഷൻ ഓർ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഡാറ്റാബേസ് സ്ട്രക്ചർ ആൻഡ് കൺസ്ട്രെയിൻസ്. ഓക്കെ, ഇപ്പോൾ ഒരു ഡാറ്റാബേസ് സിസ്റ്റത്തിൽ എന്ന് പറയുമ്പോൾ ഡാറ്റാബേസ് മാത്രമല്ല, ആ ഡാറ്റാബേസിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും, അതായത് ഏതൊക്കെ കൺസ്ട്രെയിൻസ് വരുന്നുണ്ട്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കൂടി പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഡെഫിനിഷൻ എല്ലാം സ്റ്റോർ ചെയ്യുന്നത്, ഇങ്ങനത്തെ എല്ലാ കംപ്ലീറ്റ് ഇൻഫർമേഷൻസും സ്റ്റോർ ചെയ്യാൻ, ഈ എല്ലാ ഡെഫിനിഷൻസും സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? ഒരു DBMS കാറ്റലോഗിലാണ്. ഓക്കെ, അപ്പോൾ ഒരു DBMS കാറ്റലോഗിലാണ് ഈ ഡെഫിനിഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഈ കാറ്റലോഗിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? അതായത് ഓരോ ഫയലിൻ്റെ സ്ട്രക്ചർ, ഏത് ടൈപ്പ് ഫയലാണ്, ആ ഓരോ ഡാറ്റ ഐറ്റത്തിൻ്റെ സ്റ്റോറേജ് ഫോർമാറ്റ് ഏതാണ്, ഏത് ടൈപ്പിലാണ്, അതായത് ഇപ്പോൾ PDF ആണോ JPG ആണോ, അങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷൻസും, എന്തൊക്കെ കൺസ്ട്രെയിൻസ് ഉണ്ട്, ആർക്കൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് ഇൻഫർമേഷൻസും സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? DBMS കാറ്റലോഗിലായിരിക്കും. അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് മെറ്റാഡാറ്റ. ഓക്കെ, അപ്പോൾ DBMS കാറ്റലോഗിൽ സ്റ്റോർ ചെയ്ത ഇൻഫർമേഷനെ പറയുന്ന പേരാണ് മെറ്റാഡാറ്റ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഡാറ്റ എബൌട്ട് ഡാറ്റ. ഓക്കെ, സോ ദ ഇൻഫർമേഷൻ സ്റ്റോർഡ് ഇൻ ദ കാറ്റലോഗ് ഈസ് നോൺ ആസ് മെറ്റാഡാറ്റ. ഓക്കെ, സോ എന്താ പറഞ്ഞത്? ഒരു ഡാറ്റാബേസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അവിടെ ഡാറ്റാബേസ് മാത്രമല്ല, എല്ലാ ഇൻഫർമേഷൻസും, ഒരു ഡാറ്റാബേസ് സ്ട്രക്ചറിൻ്റെ അത് കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷനും എവിടെ ഉണ്ടാവും? കൺസ്ട്രെയിൻസും എവിടെ ഉണ്ടാവും? ഈ ഡാറ്റാബേസ് സിസ്റ്റത്തിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഡാറ്റാബേസും പ്ലസ് ഡെഫിനിഷൻ ഓർ ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, അപ്പോൾ ഈ ഡെഫിനിഷൻ എല്ലാം സ്റ്റോർ ചെയ്യുന്നതിനെയാണ് നമ്മൾ DBMS കാറ്റലോഗ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മെറ്റാഡാറ്റ. ഓക്കെ, ആ ഇൻഫർമേഷനാണ് നമ്മൾ മെറ്റാഡാറ്റ എന്ന് പറയുക. ദാറ്റ് ഈസ് ഡാറ്റ എബൌട്ട് ഡാറ്റ. എന്തൊക്കെയാണ്, ഏതൊക്കെ ടൈപ്പ് ഓഫ് ഫയലാണ്, ഏതൊക്കെ സ്റ്റോറേജ് ഫോർമാറ്റാണ് യൂസ് ചെയ്യുന്നത്, എന്തൊക്കെ കൺസ്ട്രെയിൻസ് ആണ് ആ ഡാറ്റയിലുള്ളത്. അതായത് കൺസ്ട്രെയിൻസ് എന്ന് പറയുമ്പോൾ ആർക്കൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചില ഡാറ്റാസ് ചിലർക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. ഇപ്പോൾ നമ്മുടെ പാസ്വേഡ് മറ്റൊരാൾക്ക് ആക്സസ് ചെയ്യാൻ പാടില്ല, അപ്പോൾ അതൊരു ഡാറ്റയിലുള്ള കൺസ്ട്രെയിൻ ആണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തുണ്ടാവും? ഈ കാറ്റലോഗിലായിരിക്കും ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ആ കാറ്റലോഗിലുള്ള ഡാറ്റയാണ് നമ്മൾ മെറ്റാഡാറ്റ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഡാറ്റ എബൌട്ട് ഡാറ്റ.
ഇനി നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ആണ് ഇൻസുലേഷൻ ബിറ്റ്വീൻ പ്രോഗ്രാം ആൻഡ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫയൽ പ്രോസസ്സിംഗ് വെച്ചിട്ടാണ് ഇവിടെ കമ്പയർ ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ ഫയൽ പ്രോസസ്സിങ്ങിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡാറ്റ ഫയലിൻ്റെ സ്ട്രക്ചർ എല്ലാം നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിലായിരിക്കും. അതായത് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിലായിരിക്കും ഫയൽ സ്ട്രക്ചറൊക്കെ എംബഡ് ചെയ്തിട്ടുണ്ടാവുക. എല്ലാ ഫയൽ സ്ട്രക്ചറും എംബഡ് ചെയ്തിരിക്കുന്നത്, അതായത് ഡാറ്റ ഫയൽസിൻ്റെ സ്ട്രക്ചറൊക്കെ എംബഡ് ചെയ്തിരിക്കുന്നത് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിലായിരിക്കും. ഓക്കെ, സോ ഈ ഫയൽ സ്ട്രക്ചറിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരികയാണെന്നുണ്ടെങ്കിൽ എന്താണ് അതായത് നമ്മുടെ ഈ ഫയൽ സ്ട്രക്ചർ എല്ലാം സ്റ്റോർ ചെയ്തിരിക്കുന്നത് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിലാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇനി സപ്പോസ് നമ്മുടെ ഈ ഫയൽ സ്ട്രക്ചറിൽ ചിലപ്പോൾ ചേഞ്ചസ് ഒക്കെ വരാം അല്ലേ. അപ്പോൾ എന്തെങ്കിലും ഒരു ചേഞ്ച് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഫയൽ ആക്സസ് ചെയ്യുന്ന എല്ലാ പ്രോഗ്രാംസിലും എന്ത് ചെയ്യേണ്ടി വരും? ചേഞ്ചസ് വരുത്തേണ്ടി വരും. അതായത് ഇതിലൊക്കെ ചേഞ്ചസ് വരുത്തേണ്ടി വരും. ഓക്കെ, സോ ട്രഡീഷണൽ ഫയൽ പ്രോസസ്സിങ്ങിൽ ഡാറ്റ ഫയൽസ് എല്ലാം, അതായത് ഡാറ്റ ഫയൽ സ്ട്രക്ചർ എവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്നുണ്ടാവുക? ആപ്ലിക്കേഷൻ പ്രോഗ്രാമിലായിരിക്കും എംബഡ് ചെയ്തിട്ടുണ്ടാവുക അല്ലേ. സോ ഈ സ്ട്രക്ചറിൽ എന്തെങ്കിലും ചേഞ്ച് വരികയാണെങ്കിൽ ഈ ഫയലിനെ ആക്സസ് ചെയ്യുന്ന എല്ലാ പ്രോഗ്രാംസിലും എന്ത് ചെയ്യണം? ചേഞ്ചസ് വരുത്തണം. ഓക്കെ, സോ എനി ചേഞ്ചസ് ടു ദി സ്ട്രക്ചർ ഓഫ് ദിസ് പെർട്ടിക്കുലർ ഫയൽ മേ റിക്വയർ ചേഞ്ചിങ് ഓൾ പ്രോഗ്രാംസ് ദാറ്റ് ആക്സസ് ദാറ്റ് പെർട്ടിക്കുലർ ഫയൽ. ഓക്കെ, പക്ഷേ DBMS-ലാണെങ്കിൽ അങ്ങനെ ഒരു ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ DBMS ആക്സസ് ചെയ്യുന്ന പ്രോഗ്രാമിൽ അങ്ങനെ ചേഞ്ചസ് വരുത്തേണ്ടതായിട്ട് ആവശ്യം വരില്ല. ഓക്കെ, DBMS-ലാവുമ്പോൾ അത് DBMS കാറ്റലോഗിലായിരിക്കും ഈ ഫയൽ സ്ട്രക്ചറൊക്കെ സ്റ്റോർ ചെയ്യുക. നമ്മൾ ഫയൽ പ്രോസസ്സിങ്ങിൻ്റെ കേസിൽ എവിടെ സ്റ്റോർ ചെയ്യുക? ആപ്ലിക്കേഷൻ പ്രോഗ്രാമിലായിരിക്കും ഫയൽ സ്ട്രക്ചർ എംബഡ് ചെയ്യുക. പക്ഷേ DBMS-ൻ്റെ കേസ് എടുക്കുമ്പോൾ DBMS കാറ്റലോഗിലായിരിക്കും ഈ ഫയൽ സ്ട്രക്ചർ എല്ലാം സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ അത് സെപ്പറേറ്റ് ആയിരിക്കും, പ്രോഗ്രാമുമായിട്ട് സെപ്പറേറ്റ് ആയിരിക്കും. ഓക്കെ, കാറ്റലോഗിലാണ്, DBMS കാറ്റലോഗിലാണ് ഡാറ്റ ഫയൽ സ്ട്രക്ചർ എല്ലാം സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് പ്രോഗ്രാമുമായിട്ട് സെപ്പറേറ്റ് ആയിരിക്കും. Okay, so the structure of data file is stored in the DBMS catalog and is separated from access programs. Okay, so ഇതിനെ പറയുന്നതാണ് program data independence. Okay, so ഇതിനെയാണ് program data independence എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫയൽ പ്രോസസ്സിങ്ങിൽ വരുമ്പോൾ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിലാണ് ഈ ഫയൽ സ്ട്രക്ചർ എംബഡ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഫയൽ സ്ട്രക്ചറിൽ എന്തെങ്കിലും ചേഞ്ച് വരുമ്പോൾ ആ ഫയലിനെ ആക്സസ് ചെയ്യുന്ന പ്രോഗ്രാംസിലൊക്കെ എന്ത് ചെയ്യണം? ചേഞ്ചസ് വരുത്തേണ്ടതായിട്ട് വരും. പക്ഷേ ഇവിടെ ഡാറ്റാബേസ് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഡാറ്റാബേസ് ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രോഗ്രാം ആക്സസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫയൽ സ്ട്രക്ചർ DBMS കാറ്റലോഗിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, പക്ഷെ അത് പ്രോഗ്രാമുമായിട്ട് സെപ്പറേറ്റ് ആയിരിക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ പറയുക പ്രോഗ്രാം ഡാറ്റ ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുക. അതായത് പ്രോഗ്രാമും ഡാറ്റയും സെപ്പറേറ്റ് ആണ്, ഇൻഡിപെൻഡൻസ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഇനി ഇതിൽ തന്നെ പറയുന്ന വേറൊരു പോയിൻ്റാണ് ഓപ്പറേഷൻ. ഓക്കെ, അപ്പോൾ ഓപ്പറേഷനെ നമ്മൾ ഫംഗ്ഷൻ അല്ലെങ്കിൽ മെത്തേഡ് എന്ന് പറയില്ലേ. അപ്പോൾ ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു മെത്തേഡിന് 2 പാർട്സാണ് ഉള്ളത്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇൻ്റർഫേസ്, സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഇംപ്ലിമെൻറ്റേഷൻ. അപ്പോൾ നമ്മുടെ ഈ ക്യാരക്ടറിസ്റ്റിക് എന്താ പറയുന്നത്? ഇൻസുലേഷൻ ബിറ്റ്വീൻ പ്രോഗ്രാം ആൻഡ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ. അപ്പോൾ ഡാറ്റ അബ്സ്ട്രാക്ഷനിലേക്ക് നമ്മൾ എത്തണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓപ്പറേഷൻ്റെ കേസും കൂടിയും പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർഫേസിനെ പറയുന്ന വേറൊരു പേരാണ് സിഗ്നേച്ചർ. ഓക്കെ, അപ്പോൾ ഇൻ്റർഫേസ് അല്ലെങ്കിൽ സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പറേഷനാണ്. അതിൽ എന്തൊക്കെ ഉണ്ടാവും? ഓപ്പറേഷൻ്റെ പേരും ഉണ്ടാവും, പിന്നെ ആർഗ്യുമെൻറ്റിൻ്റെ ടൈപ്പും ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ആഡ് ആണെങ്കിൽ നമ്മൾ ഇൻറ്റ് കോമ ഇൻറ്റ് എന്നൊക്കെ എഴുതില്ലേ, അതേപോലെ ഫംഗ്ഷൻ നെയിമും ഉണ്ടായിരിക്കും, ടൈപ്പ് ഓഫ് ആർഗ്യുമെൻറ്റും ഉണ്ടാവും. അതാണ് ഇൻ്റർഫേസ് എന്ന് പറഞ്ഞ പാർട്ടിൽ ഉണ്ടാവുക. ഇംപ്ലിമെൻറ്റേഷനിൽ അപ്പോൾ എന്തായിരിക്കും, അല്ലെങ്കിൽ മെത്തേഡിൽ എന്തായിരിക്കും? നമ്മൾ അത് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും അല്ലേ. അതായത് എന്തൊക്കെയാണ് ഇംപ്ലിമെൻറ്റേഷൻ ഡീറ്റെയിൽസ് എന്നുള്ളത് റെപ്രസെൻറ്റ് ചെയ്യുന്നതായിരിക്കും ഇംപ്ലിമെൻറ്റേഷൻ പാർട്ടിൽ ഉണ്ടായിരിക്കുക. അതൊരിക്കലും ഇൻ്റർഫേസിനെ അഫക്റ്റ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഇംപ്ലിമെൻറ്റേഷനിലാണ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യണം എന്നുള്ളതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കുക. ആൻഡ് ക്യാൻ ബി ചേഞ്ച്ഡ്, ഇത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിൽ എന്തെങ്കിലും ഓപ്പറേഷൻസ് ആണെങ്കിൽ ഓപ്പറേഷൻസ് ഒക്കെ നമ്മൾ പറയും. ഇതുമായിട്ട് ഡിപ്പെൻഡൻ്റ് ആയിരിക്കില്ല. ഓക്കെ, സോ യൂസർ ആപ്ലിക്കേഷൻസ് ഒക്കെ, യൂസർ പ്രോഗ്രാംസ് ഒക്കെ എന്താ ചെയ്യുക, എങ്ങനെയാണ് ഡാറ്റ ഓപ്പറേറ്റ് ചെയ്യുക, അതായത് അതിൻ്റെ നെയിമും അതിൻ്റെ ഡാറ്റ ടൈപ്പും വെച്ചിട്ടായിരിക്കും പറയുന്നുണ്ടാവുക. പക്ഷേ ഈ ഫംഗ്ഷനകത്തുള്ള ഇംപ്ലിമെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കില്ല. ഓക്കെ, അതായത് ഇതുമായി ഡിപ്പെൻഡൻ്റ് അല്ല ഇത് എന്ന് പറയുന്നത്. ഇപ്പോൾ യൂസർ ശ്രദ്ധിക്കുന്നത് ഫംഗ്ഷൻ്റെ നെയിമും അതിൻ്റെ ടൈപ്പ് ഓഫ് ആർഗ്യുമെൻറ്റും മാത്രമാണ്, റിഗാർഡ്ലെസ് ഓഫ് ഹൗ ദ ഓപ്പറേഷൻസ് ആർ ഇംപ്ലിമെൻറ്റഡ്. ഓക്കെ, സോ ഇതിനെ പറയുന്ന പേരാണ് പ്രോഗ്രാം ഓപ്പറേഷൻ ഇൻഡിപെൻഡൻറ്റ്. ഓക്കെ, സോ നമ്മൾ ആദ്യം പറഞ്ഞു പ്രോഗ്രാം ഡാറ്റ ഇൻഡിപെൻഡൻറ്റ്,
നെക്സ്റ്റ് ഇപ്പോൾ പറഞ്ഞു പ്രോഗ്രാം ഓപ്പറേഷൻ ഇൻഡിപെൻഡൻറ്റ്. പ്രോഗ്രാമും ഡാറ്റയും ഡിപ്പെൻഡൻ്റ് അല്ല, അതേപോലെ പ്രോഗ്രാമും ഓപ്പറേഷനും ഡിപ്പെൻഡൻ്റ് അല്ല. ഓക്കെ, ഇപ്പോൾ യൂസർ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്ത് വഴിയാണ്? അതിൻ്റെ ഫംഗ്ഷൻ നെയിമും ടൈപ്പ് ഓഫ് ആർഗ്യുമെൻറ്റും ഉപയോഗിച്ചിട്ടാണ്. എങ്ങനെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊന്നും കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇംപ്ലിമെൻറ്റേഷൻ പാർട്ടിലായിരിക്കും ഇവിടെ ചേഞ്ചസ് വരുത്തുക, ഇവിടെ ചേഞ്ചസ് വരില്ല. സോ ഇത് രണ്ടും ഡിപ്പെൻഡൻ്റ് അല്ല. സോ പ്രോഗ്രാം ഓപ്പറേഷൻ ഇൻഡിപെൻഡൻ്റ് എന്ന് പറയും. സോ ഇത് രണ്ടിനെയും കൂടിയും ചേർന്നിട്ടാണ്, അതായത് പ്രോഗ്രാം ഡാറ്റ ഇൻഡിപെൻഡൻസും പ്രോഗ്രാം ഓപ്പറേഷൻ ഇൻഡിപെൻഡൻറ്റിനെയും കൂടിയും പറയുന്ന പേരാണ് എന്ത്? ഡാറ്റ അബ്സ്ട്രാക്ഷൻ. നിങ്ങൾ ഊപ്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ടാവും ഡാറ്റ അബ്സ്ട്രാക്ഷൻ. എന്താണ്? ഹൈഡിങ് ദി ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ്. ഇപ്പോൾ നിങ്ങൾ ഒരു ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു കാർ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പിന്നിൽ എഞ്ചിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു, എന്തൊക്കെ കണക്ഷൻസാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. നിങ്ങൾ ആ കീ വെച്ചിട്ട് നിങ്ങളത് സ്റ്റാർട്ട് ചെയ്യിക്കുന്നു അല്ലേ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട്. അപ്പോൾ അതിൻ്റെ ഇന്നർ ആയിട്ടുള്ള വർക്കിംഗ് ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അതുതന്നെയാണ് ഈ അബ്സ്ട്രാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ഹൈഡിങ് ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ഈ ഡാറ്റ അബ്സ്ട്രാക്ഷൻ വരുന്നത്. സോ അതിന് വേണ്ടിയിട്ടാണ്, അതായത് ഡാറ്റ അബ്സ്ട്രാക്ഷൻ്റെ ഒരു ടൈപ്പാണ് ഈ ഡാറ്റ മോഡൽ. ഓക്കെ, അപ്പോൾ ഡാറ്റ മോഡൽ ഈസ് എ ടൈപ്പ് ഓഫ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ. അതായത് ഡാറ്റ മോഡലാണ് അപ്പോൾ DBMS പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു കൺസെപ്ച്വൽ റെപ്രസെൻറ്റേഷൻ മാത്രമാണ്. അതായത് അത് ഡാറ്റ എവിടെ സ്റ്റോർ ചെയ്യുന്നു, ആ ഡാറ്റാസ് എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളതൊന്നും യൂസർ ബോദർ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ജസ്റ്റ് ഒരു വ്യൂ മാത്രം പ്രൊവൈഡ് ചെയ്യാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഡാറ്റ മോഡലാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു കൺസെപ്ച്വൽ വ്യൂ മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എങ്ങനെയാണ് അതിൻ്റെ ഇന്നർ വർക്കിംഗ് എന്നുള്ള കാര്യങ്ങളൊന്നും യൂസറിന് ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ യൂസറിന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ആൻഡ് തേർഡ് ക്യാരക്ടറിസ്റ്റിക് ആണ് സപ്പോർട്ട് ഓഫ് മൾട്ടിപ്പിൾ വ്യൂസ് ഓഫ് ഡാറ്റ. ഇപ്പോൾ ഡാറ്റാബേസിന് കുറേ യൂസേഴ്സ് ഉണ്ടായിരിക്കില്ലേ, ഓരോ യൂസറിനും ഓരോ റിക്വയർമെൻ്റ് ആയിരിക്കും, ഓരോ വ്യൂ ആയിരിക്കും ഡാറ്റാബേസിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഡാറ്റാബേസ് ഓർ ഇറ്റ് മേ കണ്ടെയ്ൻ എ വിർച്വൽ ഡാറ്റ ദാറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ഡാറ്റാബേസ് ഫയൽ. ഓക്കെ, പക്ഷേ അത് എക്സ്പ്ലിസിറ്റ്ലി സ്റ്റോർഡ് ആയിരിക്കില്ല. അപ്പോൾ മൾട്ടിപ്പിൾ വ്യൂസ് ഓഫ് ഡാറ്റ എന്ന് പറയുമ്പോൾ ഡാറ്റാബേസ് യൂസ് ചെയ്യുന്ന കുറേ യൂസേഴ്സ് ഉണ്ടായിരിക്കും. ഓരോ യൂസറിനും ഓരോ പെർസ്പെക്റ്റീവ് ആയിരിക്കും, ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് ആയിരിക്കും ഓരോ യൂസറിനും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ മൾട്ടിപ്പിൾ വ്യൂസ് ഓഫ് ഡാറ്റ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഡാറ്റാബേസിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഫോർത്താണ് ഷെയറിംഗ് ഓഫ് ഡാറ്റ ആൻഡ് മൾട്ടി യൂസർ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഒരു മൾട്ടി യൂസർ DBMS എടുക്കുമ്പോൾ മൾട്ടിപ്പിൾ യൂസേഴ്സ്, ഒരുപാട് യൂസേഴ്സ് ഒരു ഡാറ്റാബേസ്, ഇപ്പോൾ ഇതൊരു ഡാറ്റാബേസ് ആണെങ്കിൽ ഈ മൾട്ടിപ്പിൾ യൂസേഴ്സ് സെയിം ടൈമിൽ ഈ ഡാറ്റാബേസ് ആക്സസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം എന്താണ്? എന്തെങ്കിലും ഒരു അപ്ഡേഷൻസ് ചെയ്യുമ്പോൾ അതൊരിക്കലും ഓവറാൾ എഫക്റ്റ് ഉണ്ടാവരുത്. അതായത് അതിൻ്റെ എറർ വരുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കരുത്. അതായത് കൺകറൻസി പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ടോപ്പിക്കായിട്ട് ഞാൻ പറയാം. അപ്പോൾ ജസ്റ്റ് പറയണമെന്നേ ഉള്ളൂ. DBMSൽ എന്തായാലും കൺകറൻസി കൺട്രോൾ മെക്കാനിസം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇറ്റ് മസ്റ്റ് ഇൻക്ലൂഡ് കൺകറൻസി കൺട്രോൾ സോഫ്റ്റ്വെയർ ടു എൻഷുർ ദാറ്റ് several users are trying to update the same data, do so in a controlled manner so that the result of the updates are correct. ഓക്കെ, അപ്പോൾ കൺകറൻസി കൺട്രോൾ മെക്കാനിസം നിർബന്ധമായിട്ടും DBMSൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. എന്തിന്? പലതും ഡാറ്റയും അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കൺട്രോൾഡ് മാനറിലായിരിക്കണം ചെയ്തിട്ടുണ്ടാവുക. അതായത് ഒരു ഇൻകറക്റ്റായിട്ടുള്ള ഒരു ഡാറ്റ റിസീവ് ചെയ്യാനുള്ളൊരു ഇടവരരുത്. ഓക്കെ, പിന്നെയാണ് ഇതിൽ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സിക്യൂട്ടിംഗ് പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു പ്രോസസ്സിനെയാണ്. ഓക്കെ, ഒന്നിൽ കൂടുതലോ ഡാറ്റാബേസ് ആക്സസ് വരും, അതായത് ഒന്നിൽ കൂടുതൽ റീഡ് വരും, ഒന്നിൽ കൂടുതൽ റൈറ്റ് വരും, അതായത് അപ്ഡേഷൻ വരും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നിങ്ങളൊരു മണി ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് പൈസ അയക്കുകയാണ്. ഇപ്പോൾ A പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നും B എന്ന് പറയുന്ന അക്കൗണ്ടിലേക്ക് ക്യാഷ് അയക്കുകയാണ്. A എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ 2000 B എന്ന് പറയുന്ന അക്കൗണ്ടിൽ 3000 ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് 1000 റുപ്പീസ് അക്കൗണ്ട് Aയിൽ നിന്നും അക്കൗണ്ട് Bയിലേക്ക് അയക്കണം. അപ്പോൾ ഇവിടെ എന്തായിട്ട് റെഡ്യൂസ് ചെയ്യണം? 1000 ആയി റെഡ്യൂസ് ചെയ്യും. ഇവിടെ എന്തായിട്ട് അപ്ഡേറ്റ് ചെയ്യും? റൈറ്റ് ചെയ്യും. 4000 ആയിട്ട് അപ്ഡേറ്റ് ആയിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ ആദ്യം ഇത് റീഡ് ചെയ്യണം. 2000, അതായത് 1000 റുപ്പീസ് ഉണ്ടെങ്കിൽ മാത്രമേ ട്രാൻസാക്ഷൻ നടക്കുള്ളൂ അല്ലേ. അപ്പോൾ ആദ്യം ഈ അക്കൗണ്ട് റീഡ് ചെയ്യും. റീഡ് ചെയ്തിട്ട് സഫീഷ്യൻ്റ് എമൗണ്ട് ഉണ്ടെങ്കിൽ ആ എമൗണ്ട് എന്ത് ചെയ്യും? Bക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ഇവിടെ അപ്ഡേറ്റ് ചെയ്യും, ഇവിടെയും അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ് ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ട്രാൻസാക്ഷൻ ഈസ് ആൻ എക്സിക്യൂട്ടിംഗ് പ്രോഗ്രാം ഓർ എ പ്രോസസ് that includes one or more database accesses such as reading, writing, that is updating of database records, etc. ഓക്കെ, അപ്പോൾ ഓരോ ട്രാൻസാക്ഷനും എന്താണ് കറക്റ്റായിട്ട്
എക്സിക്യൂട്ട് ചെയ്യണം. ഓക്കെ, ഒരു ഇൻ്റർഫറൻസും ഇല്ലാണ്ട് എക്സിക്യൂട്ട് ചെയ്യണം. ഇപ്പോൾ ഇങ്ങനെ ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു എന്താ പറയുക, ഏതെങ്കിലും ഒരു അക്കൗണ്ട് വഴി ഡാറ്റ ട്രാൻസാക്ഷൻ നടക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളുടെ ബെനിഫിഷ്യറി നെയിം അങ്ങനെ എല്ലാ കാര്യങ്ങളും ചോദിച്ചിട്ട് ലാസ്റ്റ് നമ്മളോട് OTP ചോദിക്കും അല്ലേ. ആ OTP ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ തെറ്റായിട്ടുള്ള OTP ആണ് അയക്കണമെങ്കിൽ പിന്നെയും നിങ്ങളോട് OTP വന്നിട്ട് അവിടെ OTP എൻ്റർ ചെയ്യല്ലോ ചെയ്യുക. വീണ്ടും നിങ്ങൾക്ക് ആദ്യം ബാങ്കിൻ്റെ അക്കൗണ്ട് ലോഗിൻ ചെയ്ത് സെയിം പ്രൊസീജിയർ എത്തി അവസാനം OTP ചോദിച്ച് OTP അടിച്ചു കൊടുത്ത് ട്രാൻസാക്ഷൻ കമ്മിറ്റ് ആവണം. ഓക്കെ, എങ്കിൽ മാത്രമേ ആ ട്രാൻസാക്ഷൻ ചെയ്യൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ആ ട്രാൻസാക്ഷൻ തിരിച്ച് റോൾ ബാക്ക് ചെയ്തിട്ട് പോകും. അതായത് എവിടെയെങ്കിലും വെച്ചിട്ട് ഫെയിൽ ആവുകയാണെങ്കിൽ വീണ്ടും എവിടുന്നാണ് തുടങ്ങുക, ഫെയിൽഡ് ട്രാൻസാക്ഷൻ നിന്നല്ല തുടങ്ങുക, സ്റ്റാർട്ടിങ്ങിലേക്ക് പോയിട്ട് വീണ്ടും ബിഗിനിങ്ങിൽ നിന്ന് വെച്ചിട്ട് ആ ട്രാൻസാക്ഷൻ തുടങ്ങി വരും. ഓക്കെ, ഇപ്പോൾ സക്സസ് ആയിട്ടില്ല എങ്കിൽ വീണ്ടും സ്റ്റാർട്ടിങ്ങിലേക്ക് പോകും, ഇടയിൽ വെച്ചിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ആവില്ല. ഓക്കെ, അപ്പോൾ ഈ ട്രാൻസാക്ഷന് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്, ആസിഡ് പ്രോപ്പർട്ടീസ് എന്ന് പറയുക. അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നെക്സ്റ്റ് പറയാം. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു പോവല്ലേ. സോ അറ്റോമിസിറ്റി, കൺസിസ്റ്റൻസി, ഇൻറ്റഗ്രിറ്റി, ഡ്യൂറബിലിറ്റി എന്നൊക്കെ പറഞ്ഞ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഓക്കെ, സോ ഇന്ന് ഞാൻ പറഞ്ഞത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡാറ്റാബേസ് സിസ്റ്റം ആണ്. എന്തൊക്കെയായിരുന്നു? ഒന്ന് സെൽഫ് ഡിസ്ക്രൈബിങ് നാച്ചർ ഓഫ് ഡാറ്റാബേസ് സിസ്റ്റം എന്ന് പറയുന്നത്, അതായത് ഒരു ഡാറ്റാബേസ് എന്ന് പറയുമ്പോൾ, ഡാറ്റാബേസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഡാറ്റാബേസ് മാത്രമല്ല, ഡാറ്റാബേസിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും, കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഡാറ്റാബേസ് സ്ട്രക്ചർ, കൺസ്ട്രെയിൻസ് എല്ലാം എവിടെ ഉണ്ടാവും? ആ ഡാറ്റാബേസ് സിസ്റ്റത്തിൽ പറഞ്ഞിട്ടുണ്ടാവും. അതിനാണ് നമ്മൾ അത്തരം ഡാറ്റാസ് സ്റ്റോർ ചെയ്യുന്നതാണ് ഡാറ്റാബേസ് കാറ്റലോഗ് എന്ന് പറയുന്നത്. അപ്പോൾ കാറ്റലോഗിൽ പറയുന്ന ഇൻഫർമേഷനാണ് നമ്മൾ മെറ്റാ ഡാറ്റ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഡാറ്റ അബൌട്ട് ഡാറ്റ. സെക്കൻഡ് വൺ, ഇൻസുലേഷൻ ബിറ്റ്വീൻ പ്രോഗ്രാം ആൻഡ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ. എന്താണ് പറയണത്? നമ്മൾ ഫയൽ പ്രോസസ്സിംഗ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫയലിൻ്റെ സ്ട്രക്ചർ സ്റ്റോർ ചെയ്തത് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിലായിരിക്കും. സോ ഫയൽ സ്ട്രക്ചറിൽ എന്തെങ്കിലും ചേഞ്ച് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഫയലിനെ ആക്സസ് ചെയ്യുന്ന എല്ലാ പ്രോഗ്രാമിലും നമ്മൾ ചേഞ്ചസ് വരുത്തേണ്ടതായിട്ട് വരും. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. പക്ഷേ നമ്മൾ DBMS ആണ് യൂസ് ചെയ്യണമെങ്കിൽ DBMS കാറ്റലോഗിലായിരിക്കും ഫയൽ സ്ട്രക്ചർ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കുക. സോ അത് പ്രോഗ്രാമുമായിട്ട് സെപ്പറേറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. അതാണ് പ്രോഗ്രാം ഡാറ്റ ഇൻഡിപെൻഡൻസ്. പിന്നെ ഇതിൽ പറയുന്നതാണ് പ്രോഗ്രാം ഡാറ്റ ഇൻഡിപെൻഡൻസ് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞതാണ് ഓപ്പറേഷൻ 2 പാർട്ട് ഉണ്ട്, ഇൻ്റർഫറൻസും ഇംപ്ലിമെൻറ്റേഷനും. ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻ്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻ്റർഫറൻസ് അല്ല, ഇൻ്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫംഗ്ഷൻ്റെ നെയിമും ടൈപ്പ് ഓഫ് ആർഗ്യുമെൻറ്റും. അത് മാത്രമായിരിക്കും യൂസർ കൺസിഡർ ചെയ്യുക. പിന്നെ അതിലുള്ള ഇംപ്ലിമെൻറ്റേഷൻ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്, അതായത് ചേഞ്ച് വരാനുള്ളതാണ് ഇംപ്ലിമെൻറ്റേഷൻ. അതൊരിക്കലും യൂസറിന് ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഇംപ്ലിമെൻറ്റേഷൻ ഇൻ്റർഫേസുമായിട്ട് ഡിപ്പെൻഡൻ്റ് ആയിരിക്കില്ല. സോ അതിനെയാണ് നമ്മൾ പറയുക ഓപ്പറേഷൻ ഡാറ്റ ഇൻഡിപെൻഡൻസ്. സോ പ്രോഗ്രാം ഡാറ്റ ഇൻഡിപെൻഡൻസും ഓപ്പറേഷൻ ഡാറ്റ ഓപ്പറേഷൻ ഇൻഡിപെൻഡൻസും പ്രോഗ്രാം ഡാറ്റ ഇൻഡിപെൻഡൻസും പറയുന്നതാണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് ഹൈഡ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഡാറ്റ മോഡലാണ് ഒരു ടൈപ്പ് ഓഫ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. യൂസറിന് കൺസെപ്ച്വൽ വ്യൂ മാത്രമേ പ്രൊവൈഡ് ചെയ്യുള്ളൂ. എങ്ങനെയാണ് അതിൻ്റെ പിന്നിലുള്ള വർക്കിംഗ് എന്നുള്ള കാര്യങ്ങളൊന്നും യൂസറിന് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഓക്കെ, ദെൻ സപ്പോർട്ട് ഓഫ് മൾട്ടിപ്പിൾ വ്യൂസ് ഓഫ് ഡാറ്റ. എന്താണ്, കുറേ യൂസേഴ്സ് ഉണ്ടാവും അല്ലേ, പലർക്കും പല ആവശ്യങ്ങളായിരിക്കും. അപ്പോൾ മൾട്ടിപ്പിൾ വ്യൂസ് പ്രൊവൈഡ് ചെയ്യും. ദെൻ ഷെയറിംഗ് ഓഫ് ഡാറ്റ ആൻഡ് മൾട്ടി യൂസർ ട്രാൻസാക്ഷൻ പ്രോസസ്സിങ്. ഡാറ്റാസ് ഷെയർ ചെയ്യും. ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഒരു പ്രോസസ്സാണ്. എന്താണ്, എക്സിക്യൂട്ടിംഗ് പ്രോഗ്രാം അല്ലെങ്കിൽ പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസാക്ഷൻ എന്ന് പറയുക. അപ്പോൾ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവണം, അതായത് കമ്മിറ്റ് ആവണം. കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. എവിടെയെങ്കിലും വെച്ചിട്ട് സ്റ്റക്ക് ആവുകയാണെങ്കിൽ തിരിച്ച് റോൾ ബാക്ക് ചെയ്യും. ഓക്കെ, അതായത് സ്റ്റാർട്ടിങ്ങിലേക്ക് തന്നെ പോയിട്ട് വീണ്ടും ആ പ്രൊസീജിയർ ബിഗിൻ ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് ട്രാൻസാക്ഷൻ. അപ്പോൾ അതിന് ട്രാൻസാക്ഷന് വരുന്ന കുറച്ച് പ്രോപ്പർട്ടീസാണ്. ട്രാൻസാക്ഷൻ പ്രോപ്പർട്ടീസാണ് ആസിഡ് പ്രോപ്പർട്ടീസ്, അറ്റോമിസിറ്റി, കൺസിസ്റ്റൻസി, ഇൻറ്റഗ്രിറ്റി, ഡ്യൂറബിലിറ്റി. അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ കൺകറൻസി കൺട്രോൾ മെക്കാനിസം, ഡാറ്റ ഷെയർ ചെയ്യുമ്പോൾ ഇൻകറക്റ്റ് ഡാറ്റ ആക്സസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് കൺകറൻസി പറഞ്ഞ ടെക്നിക്കെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ടോപ്പിക്കിൽ വരും. ഇപ്പോൾ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞതാണ്. സോ ഈ 4 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് മെയിനായിട്ട് പറയാനുള്ളത്. ഇനി ഇതിൽ തന്നെ ഒരു അപ്ലിക്കേഷൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടേക്ക് ഈ ഡാറ്റാബേസ് ഉപയോഗിക്കുക? റെയിൽവേയിൽ ഉപയോഗിക്കും അല്ലേ, റെയിൽവേ സിസ്റ്റത്തിൽ, റെയിൽവേ റിസർവേഷൻ സിസ്റ്റത്തിൽ ഡാറ്റാബേസ് ആണ് അല്ലേ. ഇപ്പോൾ ഒരു സീറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് വേറെ ആൾക്കാരും സീറ്റ് റിസർവ് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, അപ്പോൾ അതൊരു ഡാറ്റാബേസ്. എയർലൈൻ സിസ്റ്റം, അതുപോലെ നമ്മുടെ യൂണിവേഴ്സിറ്റി, ഇതെല്ലാം യൂസ് ചെയ്യുന്നത് എന്താണ്? ഡാറ്റാബേസ് ആണ്. സോ ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട് നമ്മുടെ ഡാറ്റാബേസും ഉണ്ട്. ഓക്കെ.